പോയിൻറ്റേഴ്സ് ആൻഡ് ടു ഡയമെൻഷണൽ അറേയ്സ്. ഒരു പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ടു ഡയമെൻഷണൽ അറേയിലെ എലമെൻറ്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതായത് ഒരു ടു ഡയമെൻഷണൽ അറേനെ റീഡ് ചെയ്യണു, പ്രിൻറ്റ് ചെയ്യണു യൂസിങ് പോയിൻറ്റേഴ്സ്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് അത് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണു. അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു ടു ഡയമെൻഷണൽ അറേ ആണ്. ഒരു ടു ഡയമെൻഷണൽ അറേയുടെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ റോ ആൻഡ് കോളം ആയിട്ടാണല്ലോ ടു ഡയമെൻഷണൽ അറേ എഴുതുക. അപ്പോൾ ഞാനിതിന് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാൻ കാരണം, മെമ്മറിയിൽ ഇതിന് റോ ആൻഡ് കോളം ആയിട്ടായിരിക്കില്ല വയ്ക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വയ്ക്കുക. ഇത് ഫസ്റ്റ് റോ കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ റോയിലെ എലമെൻസിനെ 1 by 1 ആയിട്ട് അങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഈ താഴെയായിട്ട് എഴുതുക, റോ ആൻഡ് കോളം ആയിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിന് ഈ ഒരു ടു ഡയമെൻഷണൽ അറേ, സപ്പോസ് ഈ അറേയുടെ പേര് എ ആണെന്ന് വിചാരിക്കാം. ഈ എ എന്ന് പറഞ്ഞ അറേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റർ പി യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ആ പി യൂസ് ചെയ്തുകൊണ്ട് എ ഓഫ് ഐ ജെനെ എങ്ങനെ ആക്സസ് ചെയ്യാം, അതിന് നമ്മൾ എങ്ങനെ എക്സ്പ്രഷൻ എഴുതണം ആ എ ഓഫ് ഐ ജെനെ എടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വെറുതെ പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇത് നിങ്ങളൊരു പോയിൻ്റർ പി എന്ന് കാണണം എന്നില്ല, അറേ നെയിം എ ആയിട്ട് എടുത്താലും മതി കേട്ടോ. കാരണം എന്താണ്, നമ്മൾ 1 ഡയമെൻഷണൽ അറേ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, അറേ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിൻ്റർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ, അതായത് അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് എലമെൻ്റ് ആണെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ടു ഡയമെൻഷണൽ അറേ ആണെങ്കിലും എയുടെ മീനിങ് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പോയിൻ്റർ പി എന്നുള്ള രീതിയിൽ കാണാം, ഇല്ലെങ്കിൽ ഈ പിക്ക് പകരം അറേ നെയിം എ എന്ന് ചിന്തിച്ചാലും ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പോൾ വെറുതെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് ദി പോയിൻ്റർ ടു ദി 0th റോ ഓഫ് അറേ, അതായത് അറേയുടെ 0th റോയിലേക്കുള്ള പോയിൻ്ററാണ് പി. അതായത് അല്ലെങ്കിൽ അറേ നെയിം എ എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി 0th റോ ആയിട്ട് എടുക്കാം. ദെൻ പി പ്ലസ് 1, പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് ദി പോയിൻ്റർ ടു ദി ഫസ്റ്റ് റോ, ടു ഡയമെൻഷണൽ അറേയുടെ ഫസ്റ്റ് റോയിലേക്കുള്ള പോയിൻ്ററാണ് പി പ്ലസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ പി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോയിൻ്റർ ടു ദി ith റോ ഓഫ് ടു ഡയമെൻഷണൽ അറേ. ഇനി ഇതിന് ഞാനൊരു സ്റ്റാർ ഇടുകയാണ്. സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് ദി പോയിൻ്റർ ടു ദി 0th എലമെൻറ്റ് ഓഫ് ith റോ, അതായത് 0th എലമെൻറ്റ് ഓഫ് ith റോ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഐ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 0th എലമെൻറ്റ് ഓഫ് ith റോ എന്ന് പറയുന്നത് ഇതാണ്, ഇതിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും സ്റ്റാർ പി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ. ഈ എലമെൻ്റ് അല്ല, ഈ എലമെൻറ്റിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും. നമുക്കിപ്പോൾ വെറുതെ P1 എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ ഉണ്ട്, ഇൻറ്റിജർ പോയിൻ്റർ ആണെങ്കിൽ സ്റ്റാർ P1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, വാല്യൂ അറ്റ് അഡ്രസ് P1 എന്നാണ്. പക്ഷേ ഇവിടെ അതൊരു ഇൻറ്റിജർ പോയിൻ്റർ അല്ല കേട്ടോ, ഇതൊരു അറേയിലേക്കുള്ള പോയിൻ്ററാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അതിലെ 0th എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി 0th റോ, പി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി ith റോ, ദെൻ സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി 0th എലമെൻറ്റ് ഓഫ് ith റോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ജെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി jth എലമെൻറ്റ് ഓഫ് ith റോ, ith റോയിലെ jth എലമെൻറ്റ്. അതായത് ഇപ്പം ഞാൻ സ്റ്റാർ പി പ്ലസ് 1 പ്ലസ് 2 എന്നെഴുതിയാൽ അതിൻ്റെ മീനിങ് പോയിൻ്റർ ടു സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് റോ, അതായത് ഇവിടെ ഫസ്റ്റ് റോ ഇതാണ്, സെക്കൻഡ് കോളം ഇതാണ്. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 7. ഈ 7ലേക്കുള്ള പോയിൻ്ററാണ് എന്ത്, സ്റ്റാർ പി പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാരന്തസിസ് ഇട്ട് ശ്രദ്ധിക്കുക, പി പ്ലസ് 1നെ നമ്മളൊരു പാരന്തസിസിലിട്ടു, അതിനാണ് ഈ സ്റ്റാർ, അതിൻ്റെ കൂടെ പ്ലസ് 2 ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ith റോയിലെ jth കോളത്തിലെ വാല്യൂവിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിലേക്കുള്ള പോയിൻ്റർ, അതാണ് സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഐ ജെ എന്ന് പറഞ്ഞ എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ പോയിൻ്റർ കിട്ടി.
ഇനി പോയിൻ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂ എങ്ങനെ കിട്ടും? വാല്യൂ അറ്റ് അഡ്രസ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷൻ്റെ കൂടെ ഒരു സ്റ്റാർ ഇട്ടാൽ അവിടുത്തെ വാല്യൂ കിട്ടും. അതായത് സ്റ്റാർ ഓപ്പണിംഗ് പാരന്തസിസ്, ദെൻ വീണ്ടും ഒരു സ്റ്റാർ, ഇവിടെ ഒരു ഓപ്പണിംഗ് പാരന്തസിസും കൂടെ ഉണ്ട്, ദെൻ ഓപ്പണിംഗ് പാരന്തസിസ് പി പ്ലസ് ഐ പ്ലസ് ജെ, പാരന്തസിസ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ മീനിങ് ദി എലമെൻറ്റ് ഇൻ ith റോ jth കോളം, അതായത് എ ഓഫ് ഐ ജെ. അപ്പോൾ എ ഓഫ് ഐ ജെനെ ആക്സസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഇതാണ്. സ്റ്റാർ ഓപ്പണിംഗ് പാരന്തസിസ്, വീണ്ടും ഒരു സ്റ്റാർ ഓപ്പണിംഗ് പാരന്തസിസ് പി പ്ലസ് ഐ, ഫസ്റ്റ് പാരന്തസിസ് ക്ലോസ് ചെയ്യുക, ദെൻ പ്ലസ് ജെ സെക്കൻഡ് പാരന്തസിസ് ക്ലോസ് ചെയ്യാം. അപ്പോൾ എ ഓഫ് ഐ ജെനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിൻ്റർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഇവിടെ നിങ്ങൾക്ക് പി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ പിക്ക് പകരം എ എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേയുടെ നെയിം. ഇനി ഇത് മാത്രമല്ല 2 ഡയമെൻഷണൽ അറേയിലെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റർ വെച്ചിട്ട് എഴുതാൻ പറ്റിയ എക്സ്പ്രഷൻ. അപ്പോൾ വേറെ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ ഞാൻ 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ദി അറേ നെയിം ഇറ്റ് സെൽഫ് ആസ് പോയിൻ്റർ. അതായത് നമ്മൾ പി എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് പോയിൻ്റർ ഒന്നും ഡിക്ലെയർ ചെയ്യണില്ല, അറേ നെയിം തന്നെ പോയിൻ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം എക്സ്പ്രഷൻ ഒരു എ ഓഫ് ഐ ജെനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. സ്റ്റാർ ഓഫ് എ പ്ലസ് ഐ പ്ലസ് ജെ. ഇത് എൻ്റെ മീനിങ് എ ഓഫ് ഐ ജെ എന്നാണ്. അപ്പോൾ ഇങ്ങനെ അറേ നെയിം ആൻഡ് സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മുടെ യൂഷ്വൽ അറേ റെപ്രസെൻറ്റേഷൻ 2 ഡയമെൻഷണൽ അറേ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് പോയിൻ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് എ സെപ്പറേറ്റ് പോയിൻ്റർ വേരിയബിൾ പി. ഇപ്പം നമ്മൾ പറഞ്ഞത് ഓഫ് ടൈപ്പ് പോയിൻ്റർ ടു എൻ അറേ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അറേ ആക്സസ് ചെയ്യണം പോയിൻ്റർ പി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്ററിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു അറേ ആണ്. പോയിൻ്റർ ടു ഇൻറ്റിജർ ഒന്നുമല്ല, പോയിൻ്റർ ടു അറേ. അപ്പോൾ അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അറേനെ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് എ ഓഫ് 3 4. ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. 3 rows ആൻഡ് 4 columns ഉള്ള ഒരു അറേ എ. ഇനി ആ അറേയിലേക്കുള്ള പോയിൻ്റർ ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഇൻറ്റ് എസ് ദി ഡേറ്റ ടൈപ്പ് സ്റ്റാർ പി. ഈ പാരന്തസിസ് നോക്കുക, ഈ പാരന്തസിസ് നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം. സ്റ്റാർ പി എന്ന പാരന്തസിസിലിടുക, എന്നിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 4 എന്ന് എഴുതുക. വേർ 4 ഇസ് ദി നമ്പർ ഓഫ് കോളംസ് ഓഫ് അറേ എ. അതിനെ നമ്മൾ അറേ എയുടെ അഡ്രസ്സ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. വെറുതെ സ്റ്റാർ പി ഓഫ് 4 എന്നെഴുതിയാൽ അതിൻ്റെ മീനിങ്, അതായത് ഇൻറ്റ് സ്റ്റാർ പി ഓഫ് 4 എന്ന് ഞാനൊരു ഡിക്ലറേഷൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് പി എസ് ആൻ അറേ ഓഫ് പോയിൻറ്റേഴ്സ് ടു ഇൻറ്റീജർ. അതായത് നമുക്ക് പി എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്, ആ അറേയിലെ ഓരോ എലമെൻറ്റും പോയിൻ്ററാണ്. മനസ്സിലായോ? ഓരോ എലമെൻറ്റും പോയിൻ്റർ ടു ഇൻറ്റീജറാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ എഴുതിയാൽ അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടത്? പി എന്ന് പറയുന്നത് പോയിൻ്റർ ടു അറേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്സ്ക്രിപ്റ്റിനല്ല പ്രിഫറൻസ് വേണ്ടത്, ഈ പോയിൻ്ററിനാണ് പ്രിസിഡൻസ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പാരന്തസിസിനകത്തിടുന്നത്. ഇനി ഈ 4 എന്താണ്? 4 ഇസ് ദി നമ്പർ ഓഫ് കോളംസ് ഓഫ് എ എന്ന് പറഞ്ഞു. അതെന്തിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ എടുക്കാൻ പോണത്, നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിനകത്ത് കുറേ റോസ് ആൻഡ് കോളംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിൻ്റർ പി എടുക്കുന്നത് ഇതിലെ ഓരോ റോയിലേക്കും പോയിൻ്റ് ചെയ്യാനാണ്. ആദ്യം 0th റോയിലേക്ക് പോയിൻ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഫസ്റ്റ് റോയിലേക്ക്, സെക്കൻഡ് റോയിലേക്ക്, അങ്ങനെയാണ് പീനെ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റർ ടു ഫസ്റ്റ് റോ എന്ന് പറയുന്ന സമയത്ത് ആ റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയണ്ടേ? അതിനാണ് ഈ 4 ഇവിടെ പറഞ്ഞത്. ഒരു റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ആ മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ടോ അത്ര എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പോയിൻ്റർ ടു ഫസ്റ്റ് റോ എന്ന് പറഞ്ഞ സമയത്ത് ആ റോയുടെ ലെങ്ത്ത് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4 എന്ന് പറഞ്ഞത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യാണ് അറേ എ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ എ ഓഫ് ഐ ജെനെ ആക്സസ് ചെയ്യാൻ പോയിൻ്റർ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ സംഭവം തന്നെ, സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ പ്ലസ് ജെ. ഇവിടെ നമ്മൾ എ എന്ന് യൂസ് ചെയ്തു ഫസ്റ്റ് മെത്തേഡിൽ, ഇവിടെ നമ്മൾ പി എന്ന് യൂസ് ചെയ്യണം, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് എ പോയിൻ്റർ പി ടു ഇൻറ്റിജർ. നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അറേ ആക്സസ് ചെയ്യുന്ന സമയത്ത്
പോയിൻ്റർ ടു ഇൻറ്റീജറാണ് യൂസ് ചെയ്തത്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് പോയിൻ്റർ ടു ഇൻറ്റീജർ യൂസ് ചെയ്യാം. അതായത് ഇൻറ്റ് സ്റ്റാർ പി എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് പോയിൻ്റർ ടു ഇൻറ്റീജറാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ 0th എലമെൻറ്റ് എന്ന് പറയും, അതിൻ്റെ അഡ്രസ്സാണ് പിയിലേക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് എടുക്കുക? ആമ്പസാൻഡ് A00. അപ്പോൾ A00യുടെ അഡ്രസ്സ് പിയിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ പോയിൻ്റർ വെച്ചുകൊണ്ട് AFij എങ്ങനെയാണ് എടുക്കുക? അതായത് P+4 ഇൻറ്റു I. P+4 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ith റോ ഓഫ് P. ഈ 4 എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ 1 റോ, അതായത് നമ്പർ ഓഫ് കോളംസ് ഓഫ് അറേ എ. ഇതിങ്ങനെ എഴുതിയാൽ നമുക്ക് ith റോ കിട്ടുള്ളൂ. ith റോ കിട്ടണം, അതിൻ്റെ കൂടെ jth കോളം കിട്ടണം, എന്നിട്ട് ആ ith റോയിലെ jth കോളത്തിലെ എലമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർ. ഇങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ എഴുതേണ്ടത്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഈ 4 ഇൻറ്റു I പ്ലസ് ജെ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ജസ്റ്റ് പ്രോഗ്രാം മാത്രം കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെത്തേഡ്സ് മാത്രം പറഞ്ഞിട്ട് പോയത്. മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ 3 രീതി വെച്ചിട്ടും നമുക്ക് അറേ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഒരു പ്രോഗ്രാം വെച്ചിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡ്, അറേ നെയിം എ ഇറ്റ് സെൽഫ് ആസ് പോയിൻ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു AF33 എന്നാണ് അറേ കൊടുത്തത്. 3 rows ആൻഡ് 3 columns IJ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് കൊടുത്തു, ലൂപ്പ് വേരിയബിൾസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് ആയിട്ട്. ഇനി 9 elements 3x3 മെട്രിക്സിലേക്ക് റീഡ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഇവിടെ സ്കാനഫിൽ കൊടുത്ത് നോക്കുക. നമുക്ക് IJ എന്ന് പറഞ്ഞ AFij എന്ന് പറഞ്ഞ എലമെൻറ്റിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്റ്റാർ A+I+j, ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റാറും കൂടെ ഇടണം ആ എലമെൻറ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്കാനഫിൽ നമ്മൾ എന്താ കൊടുക്കുക? ഒരു വേരിയബിൾ അല്ല, വേരിയബിളിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എലമെൻറ്റിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 സ്റ്റാർ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ എലമെൻ്റ് അല്ല കൊടുക്കേണ്ടത്, അതിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അഡ്രസ്സ് ആകുമ്പോൾ എന്താ, ഈ സ്റ്റാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരൊറ്റ സ്റ്റാർ മാത്രം കൊടുത്തത്. നേരത്തെയുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാർ ഓഫ് A+I+j എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പോയിൻ്റർ ടു ദി എലമെൻറ്റ് അറ്റ് ith റോ ആൻഡ് jth കോളം. ith റോ ആൻഡ് jth കോളത്തിലേക്കുള്ള പോയിൻ്ററാണ്, അതായത് അതിൻ്റെ അഡ്രസ്സാണിത്. അതുകൊണ്ടാണ് സ്കാനഫിൽ സ്റ്റാർ ഇടാതെ കൊടുത്തത്. ബാക്കി ഫോർ ലൂപ്പൊക്കെ അറിയാലോ, നമ്മൾ സാധാരണ 2 dimensional അറേ റീഡ് ചെയ്യണ ലൂപ്പാണ്. അപ്പോൾ അത് റീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരൊറ്റ സ്റ്റാർ ഇട്ടാൽ മതി. ഇനി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് മെട്രിക്സ് ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലാഷിൻ്റെ ഒക്കെ കൊടുത്തത്, ഇതൊന്നും പറയുന്നില്ല. പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് AFij ആക്സസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്, സ്റ്റാർ ഓഫ് A+I+j. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഈ പാരന്തസിസ് ഒക്കെ പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. നയൻ എലമെൻറ്റ്സിനെ റീഡ് ചെയ്യാണ്. ഓക്കെ, 9 എലമെൻറ്റ്സ് റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ എന്താണ്, പി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യണു. ഇറ്റ് ഈസ് എ പോയിൻ്റർ ടു എൻ അറേ ഓഫ് ഇൻറ്റീജേഴ്സ്. നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് P = A എന്ന് കൊടുത്തു. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണ്ടി കൊടുക്കാം, ഡിക്ലറേഷന് കൂടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ P = A എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ, P = A0. കാരണം ഇത് ഒരു പോയിൻ്റർ ടു എൻ ഇൻറ്റീജർ അറേയാണ്. അപ്പോൾ ഒരു ഇൻറ്റീജർ അറേയുടെ അഡ്രസ്സാണ് ഇതിനകത്തേക്ക് വരേണ്ടത്. അപ്പോൾ P = A എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? A എന്ന് പറഞ്ഞാൽ മെട്രിക്സിൻ്റെ നെയിമാണ്. മെട്രിക്സിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പോയിൻ്റർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് റോ ആണ് കേട്ടോ വരിക. അപ്പോൾ ഫസ്റ്റ് റോയുടെ അഡ്രസ്സ് അതാണ് A എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് A0 ആണ്, A0യുടെ അഡ്രസ്സ് എന്നും പറയാം. അപ്പോൾ ഈ 2 രീതിയിലും അതിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി ബാക്കി കാര്യങ്ങളിലൊന്നും വ്യത്യാസമല്ല. സ്കാനഫിൽ നമ്മൾ നേരത്തെ A എന്ന് കൊടുത്തിരുന്നതിന് പകരം P എന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതുപോലെ പ്രിൻ്റ്എഫിലും A കൊടുത്തതിന് പകരം P കൊടുത്തു. ഇനി തേർഡ് മെത്തേഡ്, P ഈസ് എ പോയിൻ്റർ ടു ഇൻറ്റീജർ. ഇത് ഇൻറ്റ് സ്റ്റാർ P എന്ന് ഡിക്ലെയർ ചെയ്തു, അതിനെ ഇനീഷ്യലൈസ് ചെയ്തത് &A of 00. അങ്ങനെയാണെങ്കിൽ
ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് എന്താ കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു P+4 × I+J എന്ന്. വേർ 4 ഇസ് ദി നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ P+3 × I+J. ഇതിനൊരു സ്റ്റാറും കൂടെ ഇട്ടിട്ട് ഇങ്ങനെയാണ് നമ്മളൊരു എലമെൻറ്റ് ആക്സസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ആകുമ്പോൾ ആ സ്റ്റാർ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സ്കാൻഎഫിലുള്ള എക്സ്പ്രഷൻ. പ്രിൻ്റ് എഫിൽ സ്കാൻഎഫിൽ എക്സ്പ്രഷനേക്കാളും ഒരു സ്റ്റാർ എക്സ്ട്രാ വരും.